Good morning, Zoro. Zoro, good morning. Rufi, Udva, good morning. Come here. Come here. Va, Udva. Vada. Vadi. Udva. Shuttu va. അങ്ങനെ അടുത്ത ദിവസം തുടങ്ങി. ഇന്ന് മെയ്ഡ് വരൂല. സമയം ഏതാ 10 മണിയായി. സുഖി നല്ലോണം ഉറങ്ങി 9 മണി വരെ അല്ലേ? തലവേദന ആയതുകൊണ്ട് സുഖി നല്ലോണം ഉറങ്ങി. അപ്പൊ ഇന്ന് ജിമ്മിൽ പോകാൻ പറ്റുമോ? അപ്പൊ അതാ ഞങ്ങള് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് ജിമ്മിൽ പോട്ടെ. രാവിലെ തന്നെ വന്ന് കിടന്ന് മസാജ് വാങ്ങിയിട്ടിരിക്കുന്നു കാലിൻ്റെ അടിയിൽ. ഫുഡ് വേണോ നിനക്ക്? വിശക്കുണ്ടാ? വിശക്കുണ്ടാ നിനക്ക്? എന്താ അവൾക്ക് വിശക്കുണ്ട്? അത്ര റൂഫിക്ക് വിശക്കുണ്ടാ? റൂഫിക്ക് ഫുഡ് വേണോ? വിശക്കുണ്ടാ നിനക്ക്? ഇവിടെ വാ, കമ്മിയ കം, ഫുഡ് തരാ, വായോ. വിശക്കുണ്ടാ? ഗുണ്ടുമണിക്ക് വിശക്കുണ്ടടി. അടുത്ത ആളും വന്ന് മസാജ് വാങ്ങാനും എല്ലാവർക്കും മസാജ് വേണം. രാവിലെ ഇങ്ങനെ കുടന്ന് മസാജ് വാങ്ങും. ഷുക്ലി, റൂഫി ഷുട്ട്, ഇത് ചോറ് ഷുട്ട്. ശരി, മമ്മി ഡാഡി കഴിക്കട്ടെ. സുഖീന് ഇന്ന് ജസ്റ്റ് ഹാഫ് ബോയിൽ മതി പറഞ്ഞ്. ലേറ്റ് ആയതുകൊണ്ട് കുറെ കഴിച്ച് ഉറങ്ങാൻ പറ്റില്ല പറഞ്ഞിട്ട് ഓൾറെഡി രാവിലെ അവൻ എന്തോ ലൈറ്റായി കഴിച്ചു പറഞ്ഞു. അപ്പൊ എനിക്ക് 2 സ്ലൈസ് സൗർഡോ ബ്രെഡ്, അവക്കാഡോ സ്പ്രെഡ്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. അവക്കാഡോ സ്മാഷ് ചെയ്ത് ലെമൺ ജ്യൂസും പെപ്പറും സോൾട്ടും ഓറിഗാനോ ഒക്കെ ഇട്ടിട്ട്, പിന്നെ ഇത് 2 മുട്ട സ്ക്രാമ്പിൾ ചെയ്തത്, കുറച്ച് അനിയൻ. ഇനി ഇതെല്ലാം കൂടെ അസംബിൾ ചെയ്തിട്ട് അതിനെ കഴിക്കും. ഓക്കെ, നമുക്ക് പുറത്തിരുന്ന് കഴിക്കാം, ബാൽക്കണിയിലിരുന്ന് കഴിക്കാം. ഇതാണ് ഇന്നത്തെ ലഞ്ച്. ഓക്കെ, ഒരു ബോൾ പോലെ ചെയ്തിട്ടുണ്ട് ഞാൻ. കുറച്ച് ചോറ്, സുഖി ഇന്നലെ ഉണ്ടാക്കിയ യമ്മി ചിക്കൻ കറി, പിന്നെ കുറച്ച് ക്യാബേജ് തോരൻ, ഒരു 3 പീസ് ബ്രിഞ്ചോൾ ഫ്രൈ എടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ സുഖിൻ്റെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ. നോൺ വെജിന് തോപ്പിക്കും. ഇപ്പോഴേ വയ വെള്ളം വരുന്നുണ്ട്. ഈ ബ്രിഞ്ചോൾ ഫ്രൈ, പിന്നെ ഒരു കുക്കുംബർ അനിയൻ കേർഡ് സാലഡ് പോലെ. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ലഞ്ച് പ്ലേറ്റ്. ഇവള് സ്ഥിരമുള്ള പരിപാടിയാട്ടാ. സുഖീനെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് നേരെ കയറി സുഖീൻ്റെ നെഞ്ചത്തിരിക്കും. സുഖീന് നെഞ്ചത്തിരുന്നിട്ട് തോണ്ടി വിളിക്കും. നൈറ്റ് വിഷൻ ക്യാമറ ആണ് ഓണ്. ശരി, എണീറ്റോ? 5 മണിയായി. ഇന്ന് കൊക്കോന്റെ കൂടെ പ്ലേ ടൈം. വിട് സോറോനെ, അങ്ങനെ ലീഷ് വിട്. സുഖി ലീഷ് വിട്ടോ, ലീഷ് താഴെ വിട്. അവനായിട്ട് അവൻ ഒളിയും. കൊക്കോന്റെ കളിക്കാരാണ് ഇവരേറ്റ് വേണം നീ കളിക്കാന്, കേട്ടാ? നിന്റെ ഫ്രണ്ട്സാണ് ഇവരൊക്കെ. അവൻ പേടിത്തോറണ കണ്ട. അവൻ നമ്മളടുത്തേ ഉള്ളൂ സിംഹക്കുട്ടി. പപ്പീസ് വന്നാ പേടിയാ. ഇവള് കളിക്കും. ഇവള് പക്ഷേ ഇവളെന്നറിയോ, വേറൊരു വെറൈറ്റി അല്ലത്. ഇതുവരെ മൊമോനൊക്കെ അല്ലേ കണ്ട്. ഇതിപ്പോ ഒരു വേറെ വെറൈറ്റി ആയിണ്ട് പറഞ്ഞിട്ട് ഇവള് ഇങ്ങനെ നിക്കുക. മണം പിടിക്കണ്ട. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും. കൊക്കോ നിന്റെ ഫ്രണ്ട്. ഇവരിനെ പിന്നെ കുളിപ്പിച്ചെന്നല്ലേ, അപ്പൊ എല്ലാരും നല്ല വൃത്തിയിലുള്ളപ്പോ കളിക്കട്ടെ. എന്ത് പൊന്നെ റൂഫി കണ്ട, മമ്മിന്റെ കുട്ടി കണ്ട.
നമുക്ക് മമ്മിന്റെ കുട്ടി റൂഫി എന്നാ പിടിക്ക്. അവന് ഇതൊക്കെ പുതിയതായിരിക്കും. ഞാൻ പിന്നെ ഇരുന്നിട്ട് ഇങ്ങനെ അതിലേക്ക് ആക്കി വെച്ച് ഇങ്ങനെ ഒഴിഞ്ഞെടുക്കട്ടെ, ഇങ്ങനെ എടുക്കല്ലേ. ഉച്ചക്ക് തിന്ന ഫുഡൊക്കെ ഉച്ചക്കല്ല ഇപ്പൊ തിന്നോ? അല്ല ഞാൻ തിന്നത്. അവനിപ്പോ ഞാൻ വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ ഫുഡ്, ചോറ് കൊടുത്ത്. ഇന്നലെ കണ്ടപ്പോഴേ അവൻ പറഞ്ഞു എനിക്ക് കാണാൻ പോണം ബീഗിൾ. സുഖി സോറോനും താഴെ തന്നെ വെക്ക്, താഴെ വെക്ക് സുഖി. സോറോ പേടിത്തൂറടോ ഓടുക. നമ്മുടെ അടുത്തൊക്കെ ഉള്ളു സിംഹക്കുട്ടി. ഇപ്പൊ ഓടി ഒളിയണ്, കൊക്കോന്റെ അടുത്തുനിന്ന് ഒളിയണ്. ഇപ്പൊ കരയണ സൗണ്ടേ മാറി. ഇവരുടെ ശരിക്കും മറ്റേ വലിയ ഡോഗിന്റെ പോലത്തെ സൗണ്ട് വരും. എന്താടാ മാന്തല്ലേ. ഗുഡ് ഈവനിങ്. സൺസെറ്റ് ആയി, സൺസെറ്റ്. ജോറോ ഇന്ന് തലശ്ശേരിയിൽ കറണ്ട് ഇല്ല. പുറത്തെ ലൈറ്റ് ഇടുമ്പോ ഉള്ളിലത്തെ ലൈറ്റ് പോവാ അവർക്ക്. അതുകൊണ്ട് പുറത്തെ ലൈറ്റ് കിട്ടിയില്ല. പുറത്ത് ഇരുട്ടത്താണ് ഞങ്ങൾ ഇരുന്ന് ചായ കുടിക്കണത്. ബോണ്ട പിന്നെന്താ എഗ് ബജി. പക്ഷെ ഒരു ട്രിപ്പ് കഴിഞ്ഞു അല്ലേ? അപ്പൊ നീ പോയി പറ. കൊറേ നാള് കൂടിയിട്ട് ഇന്ന് പിള്ളേർക്ക് ലിവറും ഇതൊക്കെ വാങ്ങിച്ചു. അതിലിതാ കുറച്ച് കോക്കനട്ട് ഓയില്, മഞ്ഞപ്പൊടി, ടേമറിക് പൗഡർ, കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് നമ്മൾ വെള്ളമൊഴിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കോക്കനട്ട് ഓയിൽ നല്ല ടേസ്റ്റ് ആക്കും ഇവർക്ക്. അപ്പോൾ അവർ ഇനിയും യമ്മിയായി കഴിക്കും. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞ് വാങ്ങിയതുകൊണ്ട് രണ്ടുപേരും മണം അടിച്ചിട്ട് ഇവിടെ ഫുൾ വെയിറ്റിംഗാ. കാണിച്ചു തരാവേ. വേണ്ട എന്താ സോറോ ഓൾറെഡി നേരത്തെ വന്ന് ഇവിടെ സെറ്റിലായി. ലിവർ വേണാ? ചിക്കൻ വേണാ? റുഫി വാ ചിക്കൻ തരാ വാ. സോറോന് വേണാ? ഇന്ന് ലിവർ വാങ്ങിച്ചിട്ടുണ്ട് മമ്മി. വേണാ? യമ്മി 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 വേണാ? സോ പിള്ളേർക്കുള്ള ലിവർ ഓൾറെഡി അതിൻ്റെ എന്താണ് സൂപ്പിൽ കുറച്ച് റൈസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഫുഡ് ഗ്രേഡ് സിസേഴ്സ് ആണ് കേട്ടോ, വേറെ സിസേഴ്സ് അല്ല, ഫുഡിന് യൂസ് ചെയ്യുന്നതാണ്. ഇത് വെച്ചിട്ട് ഇതിനെ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് രണ്ടാൾക്കും കൊടുക്കും. ഇതിപ്പോൾ ½ kg ഉണ്ട്. ½ kg ഫുള്ളൊന്നും കൊടുക്കൂല, പക്ഷെ സൂപ്പ് ഫുള്ളും തന്നെ കൊടുക്കും. സൂപ്പ് ഫ്രിഡ്ജിൽ വെച്ച ഒരു സ്മെല്ലാണ്. അപ്പോൾ പീസ് കുറച്ച് നമ്മൾ ഇനി ഫ്രീസ് ചെയ്തിട്ട് വെക്കും. പിന്നെ ഒരു 2 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടേ കൊടുക്കുള്ളൂ. അതെപ്പോഴും അങ്ങനെ ചെയ്യുക. അടുപ്പിച്ച് 2 ദിവസം കൊടുക്കൂല. ഇന്ന് കൊടുത്താൽ ഇനി ഒരു 2 days കഴിഞ്ഞിട്ട് അത് ഫ്രീസറിൽ ഒരു ഗ്ലാസ് ബൗളിലാക്കിയിട്ട് വെക്കും. ഇതാ വരെ നോക്ക് വെയിറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരുത്താ മതിൽ ചാടുന്നുണ്ട്. എന്താ ഉണ്ട് ഇതവിടെ മേലെ ഇതിലുണ്ട്. ഇതാ ഇവിടെ നോക്ക്. ഇതാ നോക്ക് യമ്മി. നിനക്ക് വേണാ? തരൂല. വലുതൊക്കെ കൊടുത്താൽ തൊണ്ടയിരുന്നിട്ട് ഫുൾ ഛർദിക്കും. അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ടേ കൊടുക്കും. 50 days ആകാൻ പോകില്ല. ഇനി അവിടെ 50 days ആകാൻ വേണ്ടല്ലോ. അപ്പോൾ ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കാൻ പറ്റുന്നുണ്ട് സഫീന്. സോ ചെറിയ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നല്ലോ ഒരു ഡാൻസിലേക്കൊക്കെ പോയിരിക്കുന്നുണ്ടല്ലേ. നീ ഇങ്ങോട്ട് വാ. അവിടെ ഡാൻസിലേക്ക് പോയിട്ടുണ്ട്. സോ ഒരു സിംഗിൾ ടൂൺ. എന്താ പറയുക, നിങ്ങൾ രണ്ടാളും അത്ര ഷുഗർ കഴിക്കില്ല. സോ ഞാൻ കഴിക്കും, പക്ഷെ അവർക്ക് ഭയങ്കര കുറവല്ല. അപ്പോൾ സോ ഐ തോട്ട് ഐ ഡു വൺ. നോക്കാം എങ്ങനെയുണ്ട്. ഓക്കെ, ഒത്തിലൊരു ചെറിയ ക്യാൻഡിൽ വെച്ച് സർപ്രൈസ് ആക്കും. അപ്പോൾ കുറച്ച് നേരത്തിൽ അവൾ വരും കാണാം. അപ്പോൾ ഇതാട്ടാ
ഇതാണ് സെറ്റപ്പ് ചെയ്ത് ചെറുതായിട്ട്. അല്ല സോറോ, എൻ്റെ മമ്മി ഇപ്പം എത്തും. ഇതാ എത്തി. റെഡിയാ. 50th day celebration. ചോദിക്കാൻ പോവാറുണ്ട്. 50th day. ഒളിയിലോ 50th day വ്ളോഗാ നാളെ ഇടാൻ പോണത്. ഇതൊക്കെ അതൊക്കെ ഒപ്പിച്ചു. എനിക്ക് ഞാൻ പണിയും ഡാൻസ് ഒക്കെ ആയതുകൊണ്ട് എനിക്ക് മൈഗേറ്റിന്റെ ഒന്നും ഞാൻ കേട്ടില്ല, നോട്ടിഫിക്കേഷൻ ഒന്നും കേട്ടില്ല. അതെ, നീ എന്ത് ധൈര്യത്തിൽ എനിക്ക് സർപ്രൈസ് ചെയ്യാൻ നോക്കി. അപ്പൊ മൈഗേറ്റ് എനിക്ക് വരുന്നത്. ഇതും ധൈര്യമൊക്കെ വേണ. ഇരിക്കി പോ, ക്യാൻഡിലൊക്കെ മെൽറ്റ് ആകും. ഇത് അവിടെ വെച്ചിട്ടായിരുന്നല്ലേ? അയ്യോ കൊറേ നേരം തോന്നുന്നു. ചെക്ക അത് അവിടെ കണ്ണിട്ടിരിക്കുക. അല്ലാതെ ക്യാൻഡിലൊക്കെ ഉരുകി തീരാ. പെട്ടെന്ന് ലെറ്റ് മീ മേക്ക് എ വിഷ്. കൊറേ പൈസ കിട്ടണേ. പക്ഷെ എനിക്ക് സ്വീറ്റ് ഇഷ്ടമില്ലല്ലോ. അതുകൊണ്ടല്ലോ ഒന്നും മാത്രം ഓർഡർ ചെയ്തിട്ടുള്ളത്. അയ്യോ എന്നാലും സുഖി, താങ്ക് യു സോ മച്ച് ഗൈസ്. 50th day വ്ളോഗാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്റെ വൈൻഡപ്പും അങ്ങനെ എടുക്കാം. ഇനി എനിക്ക് ഇതിനു വേണ്ടി ഇരിക്കാനൊന്നും വയ്യ. ഞാൻ വന്നിട്ട് ഒരു ക്യാമമൈൽ ടീ ഒക്കെ കുടിക്കാൻ വിചാരിച്ചു വന്നതാ. ഫസ്റ്റ് ഞാൻ കഴിക്കട്ടെ? ഓക്കെ. So we have successfully completed 50 days of vlogging, daily vlogging. Good job, Safi. Thank you for the support, husband. രണ്ട് കണ്ടന്റ് സ്പെഷ്യലിസ്റ്റിനോട് ചെറിയ ബൈറ്റ് കൊടുത്തോ. ഫുള്ളൊന്നും ചോക്ലേറ്റ് പറഞ്ഞല്ലേ, ശരിക്കും കൊടുക്കാൻ പാടില്ല. ചെറിയ ക്വാണ്ടിറ്റിയിൽ കൊടുക്കണ്ട അത്ര. അവൾക്കത് പരിചയമില്ല, അതുകൊണ്ട് അവൾ അങ്ങനെ ഇരിക്കണത്. ഇവന് മണം പറിച്ചിട്ടിരിക്കുക. ഇനി നിനക്ക് വായോ. ഡോണട്ട് അല്ലേ? ഞാൻ ആദ്യം കേക്ക് വിചാരിച്ചു. ഓക്കെ, കൈ നോക്കുന്നു. അപ്പോ ഇന്നത്തെ വ്ലോഗ് ഇവിടെ നമ്മൾ നിർത്തുകയാണ്. ഇനി അടുത്ത ഹാഫ് തുടങ്ങാൻ പോവാണ്, 51 ഓൺവേർഡ്സ്. സോ പ്ലീസ് ഡു സപ്പോർട്ട്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് എന്റെ ഹാർഡ് വർക്കിനെങ്കിലും കുറച്ച് ലവ് ഒക്കെ തരണം കേട്ടോ. ഞാൻ 50 ദിവസമായിട്ട് വ്ളോഗ് ഇടുന്നുണ്ട്. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, കമന്റ്, ഷെയർ. ഓക്കെ, നാളെ നമുക്ക് 51st ഡേ ആയിട്ട് വരാം. എന്നിട്ട് പിന്നെ ഒരു 1 വീക്കും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഫെസ്റ്റീവ് മോഡ് ആയിരിക്കും, സെലിബ്രേഷൻ മോഡ്. So thank you for supporting. Stay healthy, stay happy. Love you all. Bye. Good night. ഒരു chamomile ടീ ഉണ്ടാക്കി. എല്ലാം കഴിഞ്ഞ് ഇനി ഇത് കുടിച്ചിട്ട് അങ്ങനെ കടക്കാമെന്ന് വിചാരിച്ചിട്ട്. കൂടാതെ ഇതയം മുരളി എന്ന് പറഞ്ഞിട്ടൊരു മൂവി വന്നിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സിൽ. കണ്ടോടത്തോളം കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ ഉണ്ട്. അത് നോക്കുക. അത് ഫുള്ളൊന്നും നോക്കൽ നടക്കൂല. ഞാൻ ഇത് കുടിക്കണ വരെ നോക്കിയിട്ട് ബാക്കി നാളെ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്നിട്ട് കിടക്കാം നമുക്ക്. അയ്യോ, അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടൊന്ന് കിടക്കാമെന്ന് നോക്കിയതാണ്. പക്ഷെ എൻ്റെ ബെഡ് നിറയെ അലക്കിയ തുണികളാണ്. ദൈവമേ, ഇനി ഇത് ഫുള്ള് സുഖി മടക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഫുള്ള് എടുത്തു വെച്ചിട്ട് ഇനിയിപ്പോൾ എനിക്ക് കിടക്കാൻ പറ്റുള്ളൂ. ഞാൻ വലിയ കാര്യത്തിൽ ഉറങ്ങാനുള്ള ഫുൾ സെറ്റപ്പ് ആക്കിയതാണ്. നോക്ക്, ഹൗ ഈസ് ദ ഡിഫറൻസ്. ആ തുണികൾ നിങ്ങൾ ഇഗ്നോർ ചെയ്തോ, അത് ഞാൻ ഇനി എടുത്തു മാറ്റണം. ദിസ് ഈസ് എ സ്ലീപ്പിംഗ് സെറ്റപ്പ്. അടിപൊളിയല്ലേ? പിന്നെ ഈ പ്യൂരിഫയർ ഇല്ലേ, എയർ പ്യൂരിഫയർ നല്ല വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. സൂപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ട്. എനിക്കിപ്പോൾ അലർജിയൊന്നുമില്ല. എൻ്റെ ഫ്രണ്ട് അഞ്ജുവിൻ്റെ മെഡിസിൻസും ഈ എയർ പ്യൂരിഫയറും എല്ലാം കൂടെ ഒന്നിച്ച് എനിക്ക് നല്ല ഹെൽപ്പായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഗുഡ് നൈറ്റ്.